മഴയത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? ഏട്ടൻ എനിക്കൊരു മാല വാങ്ങിത്തരാന്ന് പറഞ്ഞു, അതും സ്വർണ്ണമാല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന മാനന്തവാടി കോഴിക്കോട് റോട്ടിലുള്ള വാലിമൽ ജ്വല്ലറിയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടേ. എൻ്റെ താലിമാല അത്യാവശ്യം വലുതായതോടെ ഒരു കുഞ്ഞു മാലയിലേക്ക് താലി മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം മാല വാങ്ങുന്നത്. 6 പിടിയിൽ വരുന്ന ചെയിനുകളായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. 6 പിടിയിൽ വരുന്ന ചെയിനുകളുടെ ഒരുപാട് മോഡലുകൾ അവരെനിക്ക് കാണിച്ചു തന്നു കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണേ. ഉറപ്പുണ്ട് എന്നാൽ കാണാനും ഭംഗിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടെയുള്ള 18 ക്യാരറ്റിൻ്റെ കുറച്ച് നെക്ക് പീസുകളൊക്കെ ഇട്ട് നോക്കുന്നുണ്ടേ. ഈ പെൻഡൻ്റ് ഉണ്ടല്ലോ, ഇതവിടെ പുതിയതായിട്ട് വന്നതാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട് നോക്കിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നെക്ക് പീസാണ് കേട്ടോ. സിമ്പിളാണേ, എനിക്കത് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങാമല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കിയിരിക്കുമ്പോഴേക്കും എൻ്റെ താലിമാല അവർ കൊണ്ടു തന്നു കേട്ടോ. ഈ താലി ഞാൻ അവിടെ നിന്ന് തന്നെ പണിയിപ്പിച്ചതാണേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പറഞ്ഞ് പണിയിപ്പിച്ചതാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. ഗോൾഡിലായാലും ഡയമണ്ടിലായാലും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് 2 വർത്താനൊക്കെ വേണ്ടി ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ടേ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മാനന്തവാടിയുള്ള ദോശ ഹബിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാൻ വാങ്ങിയത് ഒരു ചെട്ടിനാട് ബീഫ് ദോശയും ഏട്ടനൊരു കാന്താരി ബീഫ് ദോശയാണ് വാങ്ങിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകുകയാണ്. പോകുമ്പോഴും മഴ തന്നെ ആയതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ യാത്ര.